സാറേ ഇതേണ്ട മൈസൂരൻ ചേട്ടൻ വന്നിട്ടുണ്ട്. എന്തിനാ? നമ്മുടെ ആ കോഴി കർഷകരുടെ ലോണിൻ്റെ കാര്യം. മൈസൂരാൻ ഇത് 5-10 കോഴികൾ വെച്ച് കൃഷി ചെയ്യുന്ന ദരിദ്രരായിട്ടുള്ള കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ലോണാണ്. ഇതിൽ തിരുമറി നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. എൻ്റെ പൊന്നു സാറേ, ഇത്ര വലിയ ആനക്കാര്യമൊന്നുമല്ല. ഞാൻ 10 പേരുടെ ഐഡൻറ്റി കാർഡ് അങ്ങോട്ട് തരും, 10 പേരും. അത് ആരാന്താന്നും സാർ അന്വേഷിക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. ലോൺ മുഴുവൻ ഞാൻ എടുത്തോളാം. സാറേ ആ സബ്സിഡി വേണം, ഞങ്ങൾ സാറിനങ്ങ് തന്നേക്കാം. ചേട്ടൻ എഴുന്നേക്ക്, സണ്ണിയാളെ വിളിച്ചോണ്ട് പോകും. സണ്ണി, സാറിൻ്റെ വീടിൻ്റെ മുമ്പിൽ കിടക്കുന്ന റോഡിൻ്റെ പണി എപ്പോഴാണ് വേണ്ടത് നമുക്കൊന്ന് ആലോചിക്കേണ്ടി വരും. കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് അത്തപ്പൂക്കളവിട്ട പോലത്തെ റോഡ് പണിതിട്ട് ഒരു മഴ പെയ്തപ്പോൾ അത് മുഴുവൻ ഒലിച്ചു പോയതിൻ്റെ ഗതികേട് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2 കാലുള്ളിടത്തോളം കാലം ഞങ്ങൾ നടന്നു പോയിക്കോളാം. ചേട്ടാ സമയം കളയണ്ട, ചെല്ല്. ശരി, കാണാം. ആ വാടാ. അതെ, ചന്തു വന്നു. എന്തു പറ്റിയളിയാ നേരത്തെ? ഏയ് ഇവനെ ചെറിയ തലവേനയും പനിക്കോളൊക്കെ. ചേട്ടാ ചന്തു ഇപ്പം വേണ്ട മരുന്നൊന്നും കഴിക്കുന്നില്ല. എല്ലാം സോമൻ ചേട്ടൻ പറഞ്ഞിട്ടാണെന്നാ പറയുന്നത്. ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും മഞ്ഞളും കൂടിയിട്ട് ആവി പിടിച്ച് ഒരു ചുക്ക് കാപ്പിയും കുടിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ അവന്. എൻ്റെ പിന്നെ എനിക്ക് ഇവനും സ്റ്റാഫ് മാത്രമല്ല, എൻ്റെ അനിയൻ കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ഞാൻ പറയൂ? സോമൻ ചേട്ടാ, നീ ഇംഗ്ലീഷ് മരുന്നിൻ്റെ ആളാ. ആളിയെ ഇംഗ്ലീഷ് മരുന്നിന് അങ്ങനെ കുറച്ച് കാണണ്ട. അത് ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കുക തന്നെ വേണം. ആ സമയത്തെ ഈ ഇഞ്ചിയും കുരുമുളകൊന്നും അത്ര പ്രയോജനപ്പെട്ടൊന്നും വരില്ല. ഒരു പാരസെറ്റമോൾ ടാബ്ലറ്റ് ഉണ്ട്, സൈഡ് എഫക്ട്സിനെ കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ? അതിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസവസ്തുക്കൾ എന്താണെന്ന് അറിയോ? ഇതൊന്നും അറിയാതെ നമ്മൾ വെറുതെ വാരി വലിച്ച് കഴിക്കുവാണ്. നീ കുറച്ചു നേരം ഇങ്ങനെ ഉറങ്ങാൻ നോക്ക്. ചേച്ചി തിരിച്ചു വന്നോ? ആ തിരിച്ചു വന്നു. ചെറിയൊരു ഹോം സിക്നസ്, അവളങ്ങനെ അധികം മാറിയൊന്നും തന്നില്ല. ശരി എന്നാ. ശരി. ശാലിനി, നമുക്ക് നാളെ തന്നെ ഹണിമൂൺ കൂട്ടാലോ? എപ്പോഴും സോമൻ ചേട്ടാ? ഒരാഴ്ചത്തേക്കുള്ള പലചരക്ക് നമുക്ക് വാങ്ങിക്കൊടുത്തേച്ച് ഇവിടുത്തെ വിടാന്ന്. ഒരാഴ്ചയോ? അടിപൊളി. പോവാനുള്ള സ്ഥലത്തിന്റെ ലിസ്റ്റ് റെഡിയാക്കണ്ടേ? ലിസ്റ്റൊക്കെ എന്തിനാണ്? നമുക്ക് കൊടൈക്കനാലിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം. എന്നാ പറയുന്നത്? ഒരാഴ്ചത്തേക്കെന്നല്ലേ പറഞ്ഞു? ഇത് സോമനുള്ള ജൈവാഹാരമാണ്. ഇതാ? ആ, ഇതെവിടെയെങ്കിലും ഭദ്രോട്ട് വെക്കണം. ഇതെന്ത്? പുള്ളിക്കാരൻ ഇത് വെച്ചാൽ പല്ല് കേൾക്കുന്നത്. ഇതാ? ആ, ബെസ്റ്റ്. എന്തേ കാണിക്കണ്ടേ? ഈ വണ്ടിക്ക് ബുക്കും പേപ്പറൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആ, എല്ലാം ക്ലിയറാ. ആ, കൊടൈക്കനാൽ എത്തുമല്ലോ. എത്തിയാൽ മാത്രം മതിയാ, തിരിച്ചങ്ങോട്ട് വരണ്ടേ? താൻ ഓവർ സ്മാർട്ടാണല്ലോ. കൊള്ളാലോ താൻ. എന്നാ സായിച്ചേട്ടാ ഒരു കാറും ബഹളവും ഒക്കെ? ആ സോമനെ ഹണിമൂണിന് പോകുന്നതാ. വല്ല പച്ചക്കറി തോട്ടത്തിലോട്ടും ആയിരിക്കും അല്ലേടാ തോമ? അല്ല, ഇതിനുള്ള മറുപടി ഞാൻ ഇപ്പൊ പറയണോ അല്ലെങ്കിൽ പോയി വന്നിട്ട് പറഞ്ഞാൽ മതിയോ? ഓ വേണ്ടായേ, ഞാൻ പൊക്കോളാം. ആ ചെല്ലു ചെല്ലു. അമ്മ, ഞാനില്ലാന്നുകൊണ്ട് നെല്ലിക്ക ജ്യൂസ് ഒന്നും മുടക്കരുത് കേട്ടോ. ആടെ പോയിട്ട് വാ. വരൂ. ശരി മോളെ, പോയിട്ട് വരാം. എങ്ങനെയുണ്ട്? ശരി. ശാലിനി, കേറി വണ്ടി എടുക്കണോ? ഹണിമൂണ് ചേച്ചിയെ വിളിച്ചില്ലേ അവര്? ഓ, നമ്മുടെ മൂണൊക്കെ കഴിഞ്ഞില്ലേടിയേ? ഓ, ഇവിടെ ഇവിടെ ഇവിടെ. ഇത്ര നേരം ഒന്ന് വെയിറ്റ് ചെയ്യാമോ? ഇവിടെ അവന്റെ അച്ഛനുള്ളപ്പോ വന്നതാ. വെയിറ്റിംഗ് ചാർജ് തന്നാ മതി. ആട്ടിറച്ചി പപ്സ് ഉണ്ടോ? ആടാ?
മീറ്റ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, പിന്നെ വെജിറ്റബിൾ ഉണ്ട്. പച്ചക്കറി എന്റെ പട്ടി തിന്നും. നീ മീറ്റ് ചിക്കൻ ഓരോന്ന് പൊതിഞ്ഞെടുത്തേ. എൻ്റെ 1500 താറാവിനെയാ കഴിഞ്ഞ ഡിസംബർ കൊന്നു കളഞ്ഞത്. അതിൻ്റെ നയാ പൈസ ഗവൺമെന്റിൽ നിന്ന് എനിക്ക് ഇന്നേ വരെ കിട്ടിയിട്ടില്ല. നഷ്ടപരിഹാരം കിട്ടാതെ അടുത്ത തവണ ഒറ്റ താറാവിനെ പോലും തൊടാൻ ഞാൻ സമ്മതിക്കത്തില്ല. അപ്പൊ അടുത്ത വർഷവും പക്ഷിപ്പനി വരുമെന്ന് നിങ്ങളങ്ങോട്ട് തീരുമാനിച്ചു അല്ലേ? അതുകൊണ്ടല്ല, എൻ്റെ ദണ്ണം കൊണ്ടാ. എന്റെ ചേട്ടാ, സോമൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾ പേടിക്കുന്നത് എന്നാത്തിനാ? സോമൻ ഞാൻ പറഞ്ഞ അവന് തള്ളിക്കളയാൻ പറ്റത്തില്ല, അതാണ്. സഹിച്ചേട്ടാ, ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞല്ലേ അവിടെ സാങ്ഷൻ ഒന്നും ആയിട്ടില്ല. പിന്നെ എന്തിനാ വള്ളി കേസൊക്കെ കയറി പിടിക്കുന്നത്? വള്ളി കേസോ? നിങ്ങളുടെയൊക്കെ വാക്ക് കേട്ടാ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന താറാവിനെ മൊത്തം ഞങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ച് കളഞ്ഞത്. നീ ഒന്നും ഉണ്ടായിരുന്നേ? എടാ, ഞാൻ പറഞ്ഞോ കത്തിക്കാൻ. സഹിച്ചേട്ടാ, ഞാൻ പറഞ്ഞോ കത്തിക്കാൻ. എവിടുന്നോ എന്തോ കേട്ട് ആ മിണ്ടാപ്രാണികളെ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് അവരുടെ പ്രാക്കാണെന്ന് കരുതിയാൽ മതി. ഓ പിന്നെ ഈ സർക്കാരിന്റെ ഇൻട്രസ്റ്റ് വന്നാൽ പിന്നെ ഞങ്ങൾ എന്നെ ചെയ്യാനാ? സമരം ചെയ്യണം, അതിനല്ലേ സമരമുറകളുള്ളത്. എന്റെ പൊന്നു സോമ, കാർഷിക ലോൺ എടുത്ത് കൃഷി ചെയ്ത ഈ പാവങ്ങൾ എന്നാ ചെയ്യാനാ? ചെയ്താൽ തന്നെ ഇനി ഇവരുടെ കൂടെ ആര് നിൽക്കും? ഇതിന്റെ സാങ്ഷനൊക്കെ നേരത്തെ ആയതാണ്. ജില്ലാ സെക്രട്ടറി രമേശ് ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇതിന്റെ NOC കൊടുക്കാതെ നിങ്ങളുടെ ഹെഡ് ഓഫീസർ എന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഗവൺമെന്റിന് ഓർഡർ കിട്ടിയതിനു ശേഷം നമുക്ക് അങ്ങനെ എടുത്ത് കൊടുക്കാൻ പറ്റുമോ സോമ? നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ? എന്ത് ഉത്തരവാദിത്തമാണോ സാറേ? ആ പാവങ്ങൾ ഇങ്ങനെയിട്ട് നടത്തിച്ചു കഴിഞ്ഞാൽ കയ്യിൽ ചില്ലറയുടെയൊന്നും വിചാരിച്ചിട്ടാണോ? പച്ച മലയാളത്തിൽ പറഞ്ഞ കൈക്കൂലി. സൂക്ഷിച്ച് സംസാരിക്കണം സാറേ. ഇതിൽ കൂടുതൽ സൂക്ഷിച്ച് സംസാരിക്കാൻ എനിക്ക് അറിയത്തില്ല സാറേ. സാർ എത്രയും പെട്ടെന്ന് ഫണ്ട് റിലീസ് ചെയ്തില്ലെങ്കിൽ നാളെ ഓഫീസിന്റെ മുമ്പിൽ ഞാൻ കൊടികുത്തും. അത് കഴിഞ്ഞ തവണ ഏറുമാടം കെട്ടിയതുപോലെ ആയിരിക്കില്ല സാർ, കുറച്ച് പേർക്കേണ്ടി വരും. എന്താ ഭീഷണിയാണോ? അതെ, സാറിന്റെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം എനിക്ക് മീഡിയനെയൊക്കെ അറിയിക്കാൻ. എന്റെ പൊന്ന് സോമ, ഒരു 2 ദിവസത്തിനകത്ത് ഞാനതൊക്കെ ചെയ്തേക്കാം. സാറേ, 2 ദിവസം. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പറയാനുള്ള മര്യാദ കൂടി ഞാൻ കാണിച്ചെന്ന് വരത്തില്ല. ഓ ശരി ശരി. ആ വണ്ടി വന്നല്ലേ? അവിടെ എല്ലാം ഞാൻ കാണിച്ചു തരണം. എന്താ രണ്ടെണ്ണം ഇറക്കി വെക്കട്ടെ. നീനെ റോസി രമണിയൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയതാണല്ലോ. പിന്നെ ആരാ കൊണ്ടുപോകാത്ത? ചേട്ടാ 2 എണ്ണം കൂടുതൽ വെച്ച ഈ സാധനം ചീഞ്ഞു പോകത്തൊന്നുമില്ല. എടാ, ഈ മാസം ആരെങ്കിലും കടയിൽ വരാനോ? എല്ലാ മാസവും മുടങ്ങാതെ വരുന്ന വിധത്തിനുണ്ടല്ലോ ആ കൃതാവ്. ആ വന്നിട്ടില്ല. ആരാ? സോമന? അതെ തന്നെ. എടാ, ഒരു ബോക്സിന് എടുത്തോ. ഒരെണ്ണം മതിയോ? ആ സോമ, നീഞ്ഞു വന്നേ. കൺഗ്രാജുലേഷൻസ്. എന്തിന്? അപ്പ രക്തത്തിനൊക്കെ പങ്കില്ലേ? ഏത് രക്തത്തില്? ആ, പഴനി മീൻ പിടിക്കാൻ പോയ ഗ്യാപ്പിലാ പരീക്കുട്ടി പണി നടത്തിയത്. നീ വീട്ടിലോട്ട് ചെല്ലി. നല്ല ഫ്രഷ് നെല്ലിക്കയാ. 2 കിലോ ഇരിക്കട്ടെ. ഇതെന്നാ പതിവില്ലാതെ? എടാ, ഇവർക്ക് വിശേഷം ഉണ്ടടാ.